ഇസ്ലാമിന്റെ സത്യസന്ധതയ്ക്ക് ഏറ്റവും നല്ല തെളിവെന്നുള്ളത് നമ്മുടെ ഫിത്രയാണ്. അല്ല, നമ്മുടെ ശാസ്ത്രത്തിലേക്കൊന്നും പോകേണ്ടതില്ല, മനുഷ്യ പ്രകൃതത്തിലേക്ക് മാത്രം വന്നാൽ മതി. അപ്പൊ ഫിത്രയെ നിഷേധിക്കുന്ന ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ, ഇപ്പൊ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ദൈവവിശ്വാസത്തെ സമർത്ഥിക്കാൻ വേണ്ടി നിരവധി ആയത്തുകളൊന്നും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധ്യല്ല. വളരെ ചുരുക്കം ആയത്തുകളാണ്. കൂടുതൽ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആ ഒരു വിഷയം സ്ഥാപിക്കാതിരിക്കാനുള്ള കാരണം തന്നെ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഫിത്രയിലേക്ക് ഒരു പ്രീ ഇൻസ്റ്റാൾഡ് പ്രോഗ്രാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മനാ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും ദൈവവിശ്വാസികളായിട്ടാണ് ജനിക്കുന്നത്. യാതൊരു സംശയവുമില്ല. ആ ഫിത്രയാലാണ് നമ്മൾ ജനിക്കുന്നത്. പക്ഷേ പല സന്ദർഭത്തിലും പിന്നീട് ആ ഫിത്ര പല മാലിന്യങ്ങളാൽ ആ ഫിത്ര മറക്കപ്പെടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം പുരാതന മനുഷ്യർ മുതൽ ആദിമ കാലഘട്ടം മുതലുള്ള മനുഷ്യർ മുഴുവൻ യഥാർത്ഥത്തിൽ വിശ്വാസികളായിരുന്നു. പല രൂപത്തിലുള്ള വിശ്വാസങ്ങൾ, ദൈവവിശ്വാസം എല്ലാ കാലഘട്ടത്തും നിലനിന്നിട്ടുണ്ട്. ആ ഫിത്ര എന്നുള്ളത് മനുഷ്യൻ ഇൻബോണായിട്ട് ജന്മനാ തന്നെ ലഭിക്കുന്നതാണ്. ആധുനിക പഠനങ്ങൾ പോലും അതാണ് കാണിച്ചത്. 2004 പുറത്തിറങ്ങിയ ഡീൻ ഹാമറിന്റെ മനോഹരമായിട്ടുള്ള ഗോഡ് ജീൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം, ഗോഡ് ജീൻ ഹൗ ഫെയ്ത്ത് ഈസ് ഹാർഡ് വയർഡ് ഇൻ ടു അവർ ജീൻ, അതാണ് ആ ഗ്രന്ഥത്തിന്റെ ടൈറ്റിൽ. അതായത് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ വിശ്വാസം എന്നുള്ളത് ഹെറിഡിറ്ററി, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് ജനിക്കുന്ന സന്ദർഭത്തിൽ ജന്മനാ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രയിൽ വിശ്വാസം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഗ്രന്ഥത്തിൽ സമർത്ഥിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ശരീരത്തിൽ ഒരു ജീൻ, വിമാറ്റ് 2 എന്നറിയപ്പെടുന്ന ഒരു ജീന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് ആ ഗ്രന്ഥം സമർത്ഥിക്കുന്നത്. അത് ഗ്രന്ഥത്തിലൂടെ മാത്രമല്ല, നമുക്ക് അനുഭവ തലത്തിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അതായത് അതിന്റെ ജനിതകമായിട്ടുള്ള കാരണമാണ് ആ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം തേടുന്നത്. അപ്പൊ നമുക്കറിയാം വിശ്വാസത്തെ ഏത് രൂപത്തിലെല്ലാം ചരിത്രത്തിലുടനീളം ആ വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിലെല്ലാം അതൊരിക്കലും അതിനെ സമ്പൂർണ്ണമായിട്ട് അപ്രത്യക്ഷ റഷ്യയുടെ ചരിത്രം, ആധുനിക റഷ്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുക. 10-70 വർഷം കഠിനമായിട്ട് ആ വിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമായിരുന്നു അവിടെ നടന്നത്. അവിശ്വാസം അല്ലെങ്കിൽ നിരീശ്വരവാദം നിർബന്ധിച്ച് അവിടെയുള്ള ആളുകൾ അവർ തീറ്റിച്ചു. 70 വർഷത്തോളം ഇതെല്ലാം ശക്തമായിട്ടുള്ള നിരീശ്വരവാദം അവിടെ പഠിപ്പിച്ചിട്ടും പിന്നീട് നമുക്കറിയാം ചരിത്രത്തിലുണ്ടായ ഒരു മഹത്തായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ്. അതായത് അതെല്ലാം കഴിഞ്ഞ് കമ്മ്യൂണിസത്തിന്റെ ആ പതനത്തിന് ശേഷം ഇന്നവിടെയുള്ള പുതിയ ജനറേഷൻ പൂർവാധികം ശക്തിയോടെ ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 85-90% ആളുകളും വിശ്വാസികളാണ് അവിടെ.